ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണം നടത്തി. സുരക്ഷിത ഉൽപ്പന്നം സംതൃപ്തമായ ഉപഭോക്താവ് എന്ന ആശയത്തിലാണ് ഈ വർഷത്തെ ഉപഭോക്തൃ ദിനാചരണം. ഗുണമേന്മയുള്ളതും അളവു തൂക്കത്തിൽ വ്യത്യാസവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ അവകാശമാണെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് വിനയ് മേനോൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റിക്കെതിരെ ഒരു കേസ് വന്നാൽ നമുക്ക് കാണാൻ പറ്റുക, ഇത്രയും വർഷങ്ങൾ അവർ സപ്ലൈ ചെയ്ത വെള്ളം നമ്മൾ ഉപഭോഗം ചെയ്തു, അതല്ല, പക്ഷേ ഇവരെ മുഴുവൻ തെറി പറഞ്ഞിട്ട് ഒരു വരിക. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാനൊരു നല്ല വസ്ത്രം ഒരു കടയിൽ നിന്ന് മേടിച്ച് ധരിക്കുന്നു, 10 പ്രാവശ്യം പോയി ധരിച്ചാൽ 11ാമത്തെ പ്രാവശ്യം അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് കുറ്റമായി നമ്മുടെ ഹൃദയത്തിനുള്ളിലെ വേദനയായി. ഈ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലാതെ പ്രാഗ്മാറ്റിസം, അതായത് ഞാൻ വാങ്ങിക്കുന്നു, ഞാൻ വസ്തുവകകൾ വാങ്ങിക്കുന്നു, ഐ എം എ കൺസ്യൂമർ, ഇവർക്കൊരു തെറ്റ് പറ്റി 90% കേസുകളും മാന്യമായ വാഗ്ദാനത്തിലൂടെയും ഇടപഴകലുകളിലൂടെയും നമുക്ക് വി ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ്. പക്ഷേ അതിനപ്പുറം ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡിൻ്റെ പുറത്തേക്ക് പലപ്പോഴും പോകുമ്പോഴാണ് കൂടുതൽ കേസുകളും മറ്റും വരുന്നത്. മനുഷ്യരിൽ ആത്മവിശ്വാസവും ആരോഗ്യവും നൽകുന്നതിൽ ഭക്ഷണത്തിന് പങ്കുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെയും ഭക്ഷണ വിതരണത്തിലും വേണ്ടത്ര പരിശോധന നടക്കുന്നില്ല. മനുഷ്യ ശരീരത്തിനും സമൂഹത്തിനും ഹാനികരമാവാത്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ബാധ്യതയാണ്. ഉപഭോക്തൃ മേഖല കളങ്കപ്പെടാതിരിക്കാൻ സമൂഹത്തിന്റെ നിരന്തര ഇടപെടൽ വേണമെന്നും വിനയ് മേനോൻ പറഞ്ഞു. എയിംസ് കോളേജ് ചെയർമാൻ സിബി രാംലാൽ അധ്യക്ഷത വഹിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ എസ് നയനാലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. ഉപഭോക്തൃ സുരക്ഷാ സമിതി പ്രസിഡന്റ് കെ ശിവദാസ്, സുന്ദര കാക്കാത്തറ, അമ്പിളി എന്നിവർ സംസാരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ ജയകുമാർ വിഷയം അവതരിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.